ആ 2 ചെറുപ്പക്കാരുടെ പേരാണ്, ഒരാളുടെ പേര് ആരിഫ് അലി എന്നും ഒരാളുടെ പേര് ഫർമാൻ എന്നും. അവരുടെ വീട്ടിൽ ചെന്ന് പോലീസുകാർ സാധാരണ എൻക്വസ്റ്റ് ഒക്കെ നടത്തുന്ന പോലെ ജസ്റ്റ് ചെന്ന് ഡോറിലേക്ക് പതിയെ മുട്ടുകയാണ്. പതിയെ ആ ഡോറ് തുറന്ന് ഇറങ്ങി വന്നത് ഒരു പ്രായമുള്ളൊരു മനുഷ്യനാണ്. അത് ഫർമാൻ്റെ ഉപ്പയായിരുന്നു. അദ്ദേഹത്തിന് ചോദിച്ചു മക്കൾ എവിടെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു മക്കൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ചെന്ന് നമ്മുടെ ഫർമാനെയും നമ്മുടെ ആരിഫ് അലിയും ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് സാധാരണ പോലെ അവരോട് ജസ്റ്റ് എൻക്വസ്റ്റ്, അതായത് ജസ്റ്റ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടയ്ക്ക് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നലെ രാത്രി മൺമട്ടിയുമായി എവിടേക്കാണ് പോയത്, നിങ്ങൾ എന്തെങ്കിലും സാധനം കുഴിച്ചെടുത്തിരുന്നു, അങ്ങനെ അവരോട് ഡയറക്റ്റ് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. അവരില്ല എന്നൊക്കെ പറഞ്ഞു, മറുപടി പറഞ്ഞു. അപ്പോൾ അതിനിടയിൽ വെച്ചിട്ട് അവിടെ ഒരു മുറി അടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു മുറിയുടെ വാതിലിനടിയിലൂടെ നോക്കിയപ്പോൾ കുറേ ഉറുമ്പുകൾ വരിവരിയായി നടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഉറുമ്പും കൂട്ടം ആ ഒരു മുറിക്കകത്തേക്ക് പോകുന്നത് ഈ പോലീസുകാർ കാണാനിടയായി. അവരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ ഒരു മുറി ഞങ്ങളെ തുറന്ന് കാണിക്കണം. അങ്ങനെ യാതൊരു പതർച്ചയും കാര്യങ്ങളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ ആരിഫ് അലി എന്നിട്ട് ആ മുറി തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ മുറി തുറന്നപ്പോൾ സാധാരണമായ ഒരു അടുക്കള പോലെ ഒരു മേശയുണ്ട് അവിടെ. ആ മേശയുടെ അടുത്തേക്ക് ഒരു കത്തി, വലിയൊരു കത്തി ഇരിപ്പുണ്ട്. അതിനടുത്തേക്ക് തന്നെ ഒരു പ്ലേറ്റ്, വലിയൊരു പ്ലേറ്റ്. ആ പ്ലേറ്റിൽ എന്തോ ഒരു മൃഗക്കൊഴുപ്പ് പോലെ, നമ്മുടെ കോഴിയും പിന്നെ അതുപോലെ പോത്തിനേക്ക് ഇറക്കുമ്പോൾ ഒരു മൃഗക്കൊഴുപ്പുണ്ടല്ലോ, ആ കൊഴുപ്പെല്ലാം അവിടെ ഇവിടെയും പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഒരു കൊഴുപ്പിൻ്റെ ഗന്ധമായിരുന്നു ആ ഒരു മുറി മുഴുവൻ.